ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. പൗലോസ്ലീഹയുടെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ദുഃഖങ്ങൾ വരാറുണ്ടല്ലേ, ഒരുപാട് ദുഃഖങ്ങൾ. യൂഷ്വലി ദുഃഖങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും സങ്കടത്തിലേക്ക് നയിക്കും. എന്നാൽ ചില ദുഃഖങ്ങളുണ്ട് നമ്മളെ ഉണർത്തിയെടുക്കുന്ന, നമ്മളെ വീണ്ടും എഴുന്നേക്കാൻ പ്രചോദിപ്പിക്കുന്ന ചില ദുഃഖങ്ങൾ. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് കത്തെഴുതുമ്പോൾ 2-ാമത്തെ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള ദുഃഖത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒന്ന്, ഈ ലോകം തരുന്നൊരു ദുഃഖം. രണ്ട്, ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്നൊരു ദുഃഖം. ഈ രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ലോകം തരുന്ന ദുഃഖം എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്കുണ്ടായ ഒരു പരാജയം, നിങ്ങൾക്കുണ്ടായ ഒരു വേദനയുടെ അനുഭവം, നിങ്ങൾക്കുണ്ടായ ഒരു കണ്ണുനീരിൻ്റെ ഓർമ്മകൾ, എന്തോരം മനുഷ്യർ നമ്മളെക്കുറിച്ച് മോശമായി സംസാരിച്ചത്, നമ്മൾ ചെയ്യാത്ത തെറ്റ് നമ്മുടെ മേൽ ആരോപിച്ചത്, നമ്മൾക്ക് എതിരെ പാരയൊക്കെ പണിതത്, എല്ലാം നമുക്ക് ദുഃഖങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളെ വേദനിപ്പിച്ച് കടന്നുപോയവർ, നമ്മളെ വഞ്ചിച്ചവർ, നമ്മളെ ചതിച്ചവരെല്ലാം ദുഃഖം തന്നിട്ടുണ്ട്. ലോകം തന്നിട്ടുള്ള ദുഃഖം. പൗലോസ് പറയുകയാണ് രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ. ഒന്ന്, ലോകം തന്നിട്ടുള്ള ദുഃഖം. ഇത് നമ്മളെ വീണ്ടും വീണ്ടും ഇരുട്ടിലേക്ക്, വീഴ്ചയിലേക്ക്, കണ്ണുനീരിലേക്കൊക്കെ നയിക്കും. എന്നാൽ ദൈവം തരുന്നൊരു ദുഃഖമുണ്ട്. അത് നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധം അല്ല, കുറച്ചുകൂടെ നല്ലൊരു വാക്ക്, പാപബോധം. നമുക്ക് ഇച്ചിരി ഒരു കുറവുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ദുഃഖം. ഇപ്പോൾ നമ്മൾ മര്യാദയ്ക്കൊക്കെ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷേ തെറ്റുകൾ ചെയ്തു പോകുന്നു, വീണു പോകുന്നു. നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദുഃഖം വരും. കർത്താവെ, ഞാനിത് ചെയ്തു പോയല്ലോ, ഈ പാപം ഞാൻ ആവർത്തിച്ചു പോവാണല്ലോ, എൻ്റെ ഈ ചീത്ത സ്വഭാവം എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലോ. ഒരു ദുഃഖമാണത്. ഇത് ലോകം തരുന്ന ദുഃഖമല്ല, ദൈവം തരുന്നൊരു ദുഃഖമാണ്. ലോകം തരുന്ന ദുഃഖം ചിലപ്പോൾ നിൻ്റെ തെറ്റിൻ്റെ പേരിൽ, നിൻ്റെ ഒരു കുറവിൻ്റെ പേരിൽ നിന്നെ കളിയാക്കും, നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. നീ ചെയ്തു പോയൊരു തെറ്റിൻ്റെ പേരിൽ നിന്നെ ഒരിക്കലും കൂടെ കൂട്ടാൻ നിർത്തും. ലോകം തരുന്ന ദുഃഖം അത് നിന്നെ പിന്നെ സങ്കടത്തിലേക്ക് നയിക്കും. എന്നാൽ ഈശോ തരുന്ന ദുഃഖം, നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈശോ നിന്നെ അവോയ്ഡ് ചെയ്യുകയല്ല, നിന്നെ മാറ്റി നിർത്തുകയല്ല, നിന്നെ തള്ളിക്കളയല്ല. ഈ ദുഃഖം ഈശോ ഉള്ളിലേക്ക് നിറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷനും കൂടെ കിട്ടുകയാണ്. ഈ ദുഃഖം തന്ന ഈശോ എന്നെ വിളിക്കുകയാണ് ഇതിനകത്തുനിന്ന് കയറി വരാൻ. ആ തെറ്റിൽ നിന്ന്, ആ വേദനയിൽ നിന്ന്, ആ പരാജയത്തിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് കയറി വരണം. ദൈവം തരുന്നൊരു ആശ്വാസം ഈ ദുഃഖത്തിൻ്റെ പുറകിലുണ്ടാവും. ലോകം തരുന്ന ദുഃഖത്തിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും ദുഃഖങ്ങളും സങ്കടങ്ങളും കണ്ണുനീരൊക്കെ വരും. പക്ഷേ ഈശോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ തരുന്നൊരു ദുഃഖമുണ്ട്. നീ തിരിച്ചു വരണമെന്നും, നീ ഇനി തെറ്റ് ആവർത്തിക്കരുതെന്നും ആഗ്രഹിക്കുന്ന ഈശോ. നീ ഇനിയും ഇങ്ങനെ കരഞ്ഞിരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഈശോ. നിന്റെ കണ്ണുനീര് തുടച്ച് നീ എഴുന്നേക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈശോ. സകലരെയും സമാശ്വസിപ്പിക്കുന്ന ഈശോ. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് തീത്തോസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. സകലരെയും സമാശ്വസിപ്പിക്കുന്ന, സകലത്തിൻ്റെയും സമാശ്വാസമായ ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ശക്തി നൽകി, നിങ്ങൾക്കും ശക്തി നൽകിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദുഃഖിച്ചിരിക്കാൻ ഒരു 100 കാരണങ്ങളുള്ളപ്പോൾ ഈ ലോകം തരുന്ന ദുഃഖത്തിൻ്റെ പിന്നാലെ പോയി ഇരുട്ടിലേക്ക് വീണു പോവുള്ളൂ. ലോകം നമ്മളെ ദുഃഖിപ്പിക്കും, നമ്മളെ സങ്കടപ്പെടുത്തും, നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ ഒറ്റുകൊടുക്കും. പക്ഷേ ഈശോ നമുക്കൊരു ദുഃഖം തരും, ചില വേദനകൾ അനുവദിക്കും. പക്ഷെ അത് നമ്മളെ ഒറ്റപ്പെടുത്താനോ ഒറ്റുകൊടുക്കാനോ തള്ളിപ്പറയാനോ അല്ല. നീ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി ഈശോ ചില ദുഃഖങ്ങൾ അനുവദിക്കും. ആ ദുഃഖം നമ്മളെ ആനന്ദത്തിലേക്ക് നയിക്കും. സകലരെയും സമാശ്വസിപ്പിക്കുന്ന ആ കർത്താവ് നമ്മെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ലോകം തരുന്ന ദുഃഖമല്ല, ഈശോ തരുന്ന, അനുവദിക്കുന്ന ചില ദുഃഖങ്ങളിൽ സൗഖ്യപ്പെട്ട് ശക്തിപ്പെട്ട് മുമ്പോട്ട് കയറി വരിക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ, നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.